അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിൻ്റെ പുണ്യമാക്കപ്പെടുന്ന ഓരോ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ഓരോ നോമ്പ് നോക്കുമ്പോഴും അങ്ങേയറ്റത്തോടുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും വിശ്വാസത്തോടു കൂടിയുമായിരിക്കണം നമ്മൾ നോമ്പ് നോൽക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ അനാവശ്യപരമായി കൊണ്ട് നോമ്പ് മുറിക്കേണ്ട സമയം ആകുന്നതിന് മുമ്പ് തന്നെ നോമ്പ് മുറിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? ഇവരുടെ വിചാരം ഇതൊക്കെ ഇപ്പം നിസ്സാരമായ കാര്യമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ സമയമാകുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ അനാവശ്യപരമായിട്ട് നോമ്പ് മുറിച്ചു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെക്കുറിച്ച് ആ മനുഷ്യന്മാർ ബോധ്യവാന്മാരല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ടാണ് ഇവർ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നോമ്പ് മുറിച്ചാലും ഇവർക്ക് പേടിയില്ലാത്തത്. നമ്മൾ മനസ്സിലാക്കണത്, ഈ അനാവശ്യപരമായി കൊണ്ട് നമ്മൾ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്മാർക്ക് കിട്ടുന്ന ശിക്ഷയുടെ ഗൗരവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ കേട്ടോ, ഞാൻ ഉറങ്ങുന്നവനായിരിക്കെ എൻ്റെ അടുക്കൽ 2 പേർ വന്നു. അവർ 2 പേരും എൻ്റെ കൈകൾ പിടിക്കുകയും എന്നെയും കൊണ്ട് കുത്തനെയുള്ള ഒരു മലയിൽ എത്തുകയും ചെയ്തു. അഥവാ 2 മലക്കുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേനെ ഒരു മലയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ആ 2 മലക്കുകളും എന്നോട് പറഞ്ഞു, താങ്കൾ കയറൂ. പിന്നെയും എന്നെയും കൊണ്ട് അവർ പോവുകയുണ്ടായി. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടർ ജനങ്ങളെ കാണുന്നുണ്ട്. അവരുടെ അവസ്ഥ എന്താ അറിയോ? കുതിരമ്പുകൾ ബന്ധിക്കപ്പെടുകയും കടവായ്കൾ പിളർക്കപ്പെടുകയും ചെയ്ത ഒരു വിഭാഗം. അങ്ങനെ ആ ആളുകളുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയാണ്. അവരുടെ കടവായ്കളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്, ഈ മനുഷ്യന്മാർ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അവരാണെങ്കിൽ പ്രയാസപ്പെട്ടാണ് നിൽക്കുന്നത്. കാരണം അങ്ങേയറ്റത്തെ വേദന ഉണ്ട്. ഇവരുടെ വായിൽ നിന്ന് ഇങ്ങനെ രക്തം പുറത്തേക്ക് വരുന്നുണ്ട്. അത്രമാത്രം വേദന അവർ അനുഭവിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നബി ചോദിച്ചു, ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറുപടി കൊടുത്താൽ എന്താ അറിയോ? നോമ്പ് തുറക്കുവാനുള്ള സമയമായതിന് മുമ്പ് നോമ്പ് തുറക്കാനുള്ള സമയമാകുന്നതിന് മുമ്പ് നോമ്പ് മുറിച്ചിരുന്നവരാണ് ഇക്കൂട്ടർ എന്നുള്ളതാണ്. കണ്ടോ, സഹിയായി വന്നൊരു ഹദീസാണിത്. അതായത് നോമ്പ് മുറിക്കാൻ തക്കതായ ഒരു കാരണമില്ല, അനാവശ്യപരമായി കൊണ്ട് നോമ്പ് മുറിച്ചവർക്കുള്ള ശിക്ഷയാണ് എന്നുള്ളതാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മളിത് ഗൗരവത്തോടു കൂടി എടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, യാത്രക്കാരനെ രോഗികൾക്കൊക്കെ എന്ത് ചെയ്യാം, അതിൻ്റെ കാരണം ഉണ്ടെങ്കിൽ നോമ്പ് മുറിക്കാം. മറിച്ച് ഒരു കാരണവും കൂടാതെ നമ്മൾ നോമ്പ് മുറിക്കരുത്. അത് നിസ്സാരമായ തെറ്റല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക.